യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഇത്ര നാൾ ചെയ്തതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതെനിക്ക് റീസെൻ്റ്ലി ഞാൻ ഇട്ടൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട്, അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ് ആ ഒരു കമൻറ്റ്. സോ ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. സോ ആ ഒരു സെയിം ഡൗട്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആവുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ആ ഒരു കമൻറ്റ് ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഇതാണ്: ഓരോ ഇയറും ഹൈ GPA എങ്കിൽ ജോർജിയയിൽ MBBS സ്കോളർഷിപ്പ് ഉണ്ടാവുമെന്നാണ്. സോ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ കാര്യം കേട്ടോ പറയുന്നത്. ഞാൻ ജോയിൻ ആയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലാണ്. സോ UGയുടെ കാര്യം പറയുവാണെങ്കിൽ UGയുടെ 1 അക്കാഡമിക് ഇയർ, അതായത് 2 സെം, 6 മന്ത്സ് പറഞ്ഞിട്ട് 2 സെമ്മാണ് ഒരു അക്കാഡമിക് ഇയറിൽ വരുന്നത്. അപ്പോൾ ഈ 1 അക്കാഡമിക് ഇയറിൽ നമ്മൾ എത്ര GPA എന്ന് പറയുന്നത് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ്. സോ നമ്മൾ എത്ര GPA നമ്മൾ എടുക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് സ്കോളർഷിപ്പ് വരുന്നത്. GPA കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4ലാണ്. അതിൽ ഒരു എബവ് 3.75 ആ ഒരു റേഞ്ചിന്, അല്ലെങ്കിൽ അതിനൊരു 3.75 അല്ലെങ്കിൽ അതിന് മുകളിൽ നമ്മൾ GPA, അതായത് ഗ്രേഡ് പോയിന്റ് ആവറേജ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. നമുക്കിപ്പോൾ എല്ലാ സബ്ജക്റ്റിനും A ഗ്രേഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുക. അത് അഡ്മിനിസ്ട്രേഷൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് സ്കോളർഷിപ്പാണ് നമുക്ക് തരണം എന്നുള്ളത്. നമ്മൾ എടുക്കുന്ന മാർക്കിനനുസരിച്ചിട്ട് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. അതിപ്പോൾ ഒരു മന്ത്ലി ഒരു സ്മോൾ എമൗണ്ട് നമുക്ക് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാളും നല്ല ഹൈ ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ ഒരു ഫീസ് റിഡക്ഷൻ ആയിട്ടും സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ GPA കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എക്സാമിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ട് മാത്രമല്ല. ഇപ്പം നമ്മൾ എക്സാമിന് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ഹൈ GPA കിട്ടത്തില്ല. ഇപ്പോൾ പ്രസൻറ്റേഷൻ, സെമിനാർസ്, നമുക്ക് ഓരോ വീക്കിലുള്ള ഓരോ സെമിനാർസിനും പ്രസൻറ്റേഷൻ്റെ ഒക്കെ മാർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് GPA വരുന്നത്, പ്ലസ് എക്സാമിൻ്റെ മാർക്ക്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു 3.75 എബവ് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുക. അപ്പോൾ ഇതാണ് ഈ ഒരു സ്കോളർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ ഒരു ജോർജിയയിലെ MBBS റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൾസോ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ID കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ഇൻഷാല്ലാ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരും. അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ ആരുടെ ചോദിച്ചിട്ടായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ എന്തായാലും ഇൻഷാല്ലാ ഉടനെ വീഡിയോസ് ആയിട്ട് വരാം.